ചരിത്രത്തിലെ ഏറ്റവും വിശാലമായ ലോകകപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 48 ടീമുകൾ, 104 മത്സരങ്ങൾ, 3 ഹോസ്റ്റിംഗ് കൺട്രീസ്. അങ്ങനെ വലിയ ലോകകപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇവിടെ തീരുന്നില്ല എന്നാണ് പറയുന്നത്. ലോകകപ്പിലെ ടീമുകളുടെ എണ്ണം ഇനിയും ഉയർത്താൻ പോവുകയാണ്. അടുത്ത ലോകകപ്പിൽ 48-ൽ നിന്ന് 64 ടീമുകളായി ഉയർത്താനാണ് ആലോചന എന്നാണ് ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ പറയുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർബിൻ അസീസ് കുടിച്ചിരുന്നു. അസറെ, ഇപ്പം തന്നെ ആരാധകർ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് കളി കണ്ട് തീരുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ ഒന്നും നിൽക്കുന്നില്ല. അടുത്ത 4 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ 48 ടീമിൽ നിന്ന് 64 ആകുമ്പോൾ എന്താവെന്ന് കണ്ടറിയണം. എന്താണ് ഈ ടീമുകളുടെ ഒരു ചരിത്രം, എങ്ങനെയാണ് ഈ ലോകകപ്പിൽ ടീമുകൾ ആദ്യം എത്രയായിരുന്നു, പിന്നീട് ഇങ്ങനെ ഉയർന്നു വന്നത് എങ്ങനെയാണെന്നാണ് നമുക്കിനി അറിയാനുള്ളത്. അനില്, തീർച്ചയായും. അതായത് ഇനിയും കൂടുതൽ ദിവസങ്ങളിലേക്ക് മത്സരങ്ങൾ നീളും, കൂടുതൽ ടീമുകൾ വരും. ഒരുപക്ഷെ ഫിഫ ലക്ഷ്യം കാണുന്നതും അത് തന്നെയായിരിക്കാം. ചില ഭൂഖണ്ഡങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം കൊണ്ട് മാത്രം ശ്രദ്ധേയമാകുന്ന ഒരു ലോകകപ്പിലേക്ക് കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, കൂടുതൽ അവസരങ്ങൾ നൽകുക, കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ ഫുട്ബോളിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കാം ലക്ഷ്യം. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കടന്നുവരവാണ്. ആദ്യം 1, 2, 3 ടീമുകൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇന്ന് ആ ടീമുകളുടെ എണ്ണം കൂടുന്നു, കൂടുതൽ ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതിൽ പല ടീമുകളും തന്നെ നോക്കൗട്ട് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് ആ ഒരു ചരിത്രം പരിശോധിക്കാം. എത്ര ടീമുകൾ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ഈ ലോകകപ്പിൻ്റെ ഘട്ടം ഘട്ടമായുള്ള വളർച്ച എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യഘട്ടത്തിൽ 1930-ലാണ് ആദ്യത്തെ ലോകകപ്പ് തുടങ്ങുന്നത്. നമുക്കറിയാം, അന്ന് 13 ടീമുകളുമായാണ് ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 34-ലേക്ക് എത്തുമ്പോൾ ടീമുകളുടെ എണ്ണം 16 ആകുന്നു. 82-ലേക്ക് എത്തുമ്പോൾ 24 ടീമുകളായി ഉയരുന്നു. പിന്നെ ഇതിനിടയിൽ വീണ്ടും ഒരു ഏറ്റക്കുറച്ചിൽ ടീമുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് 98-ലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കണ്ടു ശീലിച്ച ഒരു 32 എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് ടീമുകളുടെ എണ്ണം എത്തുന്നത്. കഴിഞ്ഞ ലോകകപ്പ് വരെ 2022 വരെ ഈ 32 ടീമുകളാണ് ഈ വിശ്വകിരീടത്തിന് വേണ്ടി പോരാടിയിരുന്നത്. 2026-ലേക്ക് വരുമ്പോൾ ഇത്തവണ അനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 48 ആകുന്നു. മത്സരങ്ങളുടെ എണ്ണം കൂടുന്നു, ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്നു. ഇനി 2030-ലേക്ക് കടക്കുമ്പോൾ 64 എന്നുള്ളൊരു എണ്ണത്തിലേക്ക്, ആ ഒരു സ്വപ്ന നമ്പറാണ് ഫിഫ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. 2030-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വേൾഡ് കപ്പ് മത്സരങ്ങൾ ആരംഭിച്ച് അതിൻ്റെ 100-ാം വാർഷികമായിരിക്കും 2030-ൽ നടക്കാൻ പോകുന്നത്. അന്ന് പ്രധാനമായും 3 വേദികളാണ് ഈ ലോകകപ്പിന് ഉണ്ടാകുക. സ്പെയിന്, പോർച്ചുഗൽ, മൊറോക്കോ. ഈ 3 രാജ്യങ്ങളിലായാണ് ലോകകപ്പിൻ്റെ മത്സരങ്ങൾ നടക്കുക. ഇതിൽ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ഘാടന മത്സരങ്ങൾ എന്ന രീതിയിൽ യുറുഗ്വേയിലും അർജന്റീനയിലും പരാഗ്വേയിലും മത്സരങ്ങൾ ഉണ്ടാകും. 1930-ൽ യുറുഗ്വേ ആയിരുന്നു അന്ന് ആതിഥേയത്വം വഹിച്ചത്. അന്ന് ഫൈനലിൽ അർജന്റീന യുറുഗ്വേ പോരാട്ടം ഉണ്ടാകുന്നു. അർജന്റീനയെ പരാജയപ്പെടുത്തി യുറുഗ്വേ ചാമ്പ്യന്മാരാകുന്നു. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. എന്തായാലും ആ ഒരു ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ 64 ടീമുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഉള്ള ഗ്രൂപ്പുകളുടെ എണ്ണം 16-ലേക്ക് ഉയരും. 16 ഗ്രൂപ്പുകളിലായി ഈ 64 ടീമുകൾ മാറ്റുരയ്ക്കും. അതിൽ നിന്ന് മികച്ച 32 ടീമുകൾ വരും. നമ്മളിപ്പോൾ കണ്ട നോക്കൗട്ട് മത്സരങ്ങളിൽ 3-ാം സ്ഥാനക്കാരെ ഉൾപ്പെടുത്തിയായിരുന്നെങ്കിൽ അത് ഗ്രൂപ്പിൽ 1-2 സ്ഥാനക്കാരായിരിക്കും. എന്തായാലും അതിൻ്റെ എല്ലാം കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ചർച്ചകൾ പൂർത്തിയാകട്ടെ. ഒരുപക്ഷെ കൂടുതൽ രാജ്യങ്ങൾക്ക് എൻട്രി ലഭിക്കട്ടെ. നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യക്കും ഒരു എൻട്രി ഏഷ്യയിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നമുക്ക് വെക്കാമാനി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.